ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ബാലൻ നേരെ ഗോമതി സ്റ്റോറിലേക്കാണ് കേട്ടോ പോകുന്നത്. തകർന്നടിഞ്ഞുള്ള ആ മനുഷ്യൻ്റെ പോക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സങ്കടം തോന്നും. നേരെ പോയി കട തുറന്ന് അകത്ത് കയറിയിരിക്കുക. ഇന്നരങ്ങേറിയ ഓരോ സംഭവങ്ങളും ബാലൻ്റെ മനസ്സിലൂടെ കടന്നു വരികയാണ്. ഞാൻ അലോകിനൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എന്നുള്ള അനുവിൻ്റെ വാക്കുകൾ വീണ്ടും വീണ്ടും ബാലൻ്റെ മനസ്സിലേക്ക് മുഴങ്ങി കേൾക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ബാലന് ഒരുപാട് സങ്കടം ഉണ്ടാവുക. അതുകൂടാതെ ജീവൻ്റെ വീട്ടുകാരും ബാലനെ അധിക്ഷേപിച്ച ഓരോ വാക്കുകളും ആ മനുഷ്യന് വീണ്ടും ഓർമ്മ വരികയാണ് കേട്ടോ. അതെല്ലാം ഓർത്തുകൊണ്ട് അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയാണ് നമ്മുടെ ബാലൻ. തൻ്റെ മകള് തന്നെ ഇങ്ങനെ തകർത്ത് കളഞ്ഞല്ലോ എൻ്റെ ഈശ്വര എന്നുള്ള രീതിയിലാണ് ബാലൻ കരയുന്നത്. എന്നാൽ കൃഷ്ണമംഗലത്ത് അലോകാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അനുശ്രീ ഇതെന്ത് ഭാവിച്ചാൽ എന്താ അവൾ മനസ്സിൽ കരുതിയിരിക്കുന്നത്? ഒന്നും അങ്ങ് മനസ്സിലാകുന്നില്ലല്ലോ. ഞാൻ എന്ത് പറഞ്ഞിട്ടും ഇവിടെ ഉള്ളവരാരും വിശ്വസിക്കുന്നുമില്ല എന്നൊക്കെ കരുതി ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അച്യുതൻ ഓടി വരുന്നത്. എന്നിട്ട് അലോകനെ കെട്ടിപ്പിടിക്കുക. എടാ, നീയാണെടാ എൻ്റെ പൊന്നുമോൻ, നീ ശരിക്കും ജയിച്ചടാ. ഈ അച്ഛനെ അമ്മേനെയും ജയിപ്പിക്കാൻ വേണ്ടി എൻ്റെ മോൻ ഏതറ്റം വരെ പോകുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ കരുതിയത് ഇതുപോലൊരു കാര്യം നീ ചെയ്യല്ലെന്നാ. ഇന്നലെ നിന്നെ കാണാതായപ്പം ശരിക്കും ഞാൻ വിചാരിച്ചു നീ മുങ്ങിയതാണെന്ന്. അതുമല്ല, നീ എവിടെയാണെന്ന് അറിയത്തില്ലെന്ന് സുകന്യയും വന്നു പറഞ്ഞു. എന്തായാലും ഇങ്ങനൊരു ടെസ്റ്റ് പ്രതീക്ഷിച്ചില്ല. ആ ദേവമംഗലത്ത് ബാലനും ഗോമതിയും ഒക്കെ എല്ലാവരുടെ മുന്നിൽ തലകുനിച്ച് നിന്ന് ആ നിൽപ്പുണ്ടല്ലോ, അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞടാ. ഈ അച്ഛനെ നീ ഇന്ന് വിജയിച്ചു. നീ കൃഷ്ണമംഗലത്തെ അച്യുതവർമ്മയുടെ മകൻ അലോകാണെന്ന് നീ തെളിയിച്ചടാ. എൻ്റെ പൊന്നു മോനടാ നീ എന്നും പറഞ്ഞ് അലോകിനെ വീണ്ടും വീണ്ടും ഉമ്മ വയ്ക്കുകയാണ് കേട്ടോ. എൻ്റെ പൊന്നച്ഛ, അച്ഛൻ കാര്യം അറിയാതെ ഇങ്ങനൊന്നും സംസാരിക്കരുത്. എനിക്കെല്ലാം മനസ്സിലായടാ. നീ ഇനി ഒന്നും പറയേണ്ടതില്ല. അവളെ നീ തട്ടിക്കൊണ്ടുപോയി കെട്ടിയത് അതാടാ. നീ ആ ദേവമംഗലത്തുകാർക്ക് കൊടുക്കാവുന്നത് വെച്ച് ഏറ്റവും വലിയൊരു പ്രതികാര നടപടി. അവരിനി ആരും വാല് പൊക്കാൻ പോകുന്നില്ല. എന്ത് അഹങ്കാരമായിരുന്നു ആ ബാലനും മക്കൾക്കും. അത് ഇന്നോടുകൂടി തീർന്നു കിട്ടിയില്ലേ. അവരുടെ എല്ലാം പുന്നാരപ്പെങ്ങള് അവർക്കൊക്കെ അതുപോലൊരു അടിയല്ലേ കൊടുത്തിരിക്കുന്നത്. ആ അനുശ്രീ അവൾ മിടുക്കിയാടാ എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് അച്യുതൻ വീണ്ടും പറയും, ഏട്ടൻ കൊണ്ടുവന്ന ആ കോടീശ്വരിയുടെ ആലോചനയുമായിട്ട് മുന്നോട്ട് പോയേക്കാമെന്ന് ഞാനും കരുതിയതാ. നിനക്ക് ഇനിയിപ്പം അവർക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ പിന്നെ അത് വിട്ടേക്കാന്ന് കരുതിയതാ. പക്ഷെ നീ മിടുക്കനാടാ. നീ എല്ലാം മനസ്സിൽ കരുതി വെച്ച് സമയത്ത് തന്നെ അവർക്കൊക്കെ കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുത്തു. നീ എൻ്റെ മോൻ തന്നെയാടാ. ഇനിയിപ്പം അനുശ്രീയുമായിട്ട് നീ സന്തോഷത്തോടു കൂടി ജീവിക്കണം. അവളോട് നീ ദേഷ്യമൊന്നും കാണിക്കരുത് എന്ന് പറയാം. അപ്പം പെട്ടെന്ന് അനന്തൻ അങ്ങോട്ട് വരികയാണ് കേട്ടോ. അനന്തൻ വരുന്ന കാണുമ്പോഴത്തേക്കും അച്യുതൻ പറയും, അത് പിന്നെ ഏട്ടാ, ഞാൻ ഇവനോടൊന്ന് വഴക്കു പറയായിരുന്നു. ഇവരിന്ന് ചെയ്തത് ഏട്ടൻ പറഞ്ഞതുപോലെ ചെറ്റത്തരം തന്നെയാ. നമ്മൾ കൃഷ്ണമംഗലത്തുകാർക്ക് ഒരു നിലയും വിലയും ഇല്ലേ. അത് മറന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചീപ്പായിട്ട് ചെയ്യാൻ പാടുണ്ടോ എന്ന് പറയാം. അപ്പോൾ അനന്തൻ പറയും, എടാ, ഞാനും പിന്നീട് ചിന്തിച്ചടാ, അലോക് പറയുന്നതിലും കാര്യമുണ്ട്. അന്ന് മിത്ര എല്ലാവരെയും വഞ്ചിച്ചുകൊണ്ട് ആ ആര്യൻ്റെ കൂടെ ഇറങ്ങിപ്പോയില്ലേ, അന്ന് ഞാനും ഇതേ അപമാനം അനുഭവിച്ചതാ. അതിൻ്റെ വേദന എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്നിപ്പം അവർക്കും അതുപോലൊരു വേദന ഇവൻ വഴി തിരിച്ചു കൊടുത്തത് എന്തുകൊണ്ട് നന്നായടാ എന്ന് പറയാണ് കേട്ടോ. പിന്നെ അലോകെ, നീ അവളോടെല്ലാം സ്നേഹം കൊണ്ട് തന്നെയാണല്ലോ അല്ലേ അവളെ ഇറക്കിക്കൊണ്ട് വന്നത്. എന്തായാലും ആ കുട്ടി നല്ലൊരു പെൺകുട്ടി തന്നെയാ. നിന്നോട് അവൾക്ക് അത്രയ്ക്ക് സ്നേഹമുണ്ട്. അതുകൊണ്ടല്ലേ നിന്റെ കൂടെ ഇറങ്ങി വന്നത്. നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടി വേണം ജീവിക്കാൻ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കാം. അത് പിന്നെ വെല്ലിച്ച, നീ ഒന്നും പറയണ്ട. വെല്ലിച്ചനും അച്ഛനും കാര്യങ്ങളൊക്കെ മനസ്സിലായി. നിങ്ങളുടെ നല്ല ജീവിതം കണ്ടാൽ തന്നെ ഞങ്ങൾക്കൊക്കെ ഇനി സന്തോഷമോ മോനെ എന്നും പറഞ്ഞിട്ട് അനന്തനും അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇതേ സമയം അനുശ്രീക്ക് ചുറ്റും കൃഷ്ണമംഗലത്തുള്ള പെൺപടകൾ എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അനുശ്രീയോട് ഓരോന്നൊക്കെ ചോദിക്കുന്ന കാണുമ്പോൾ ഇന്ദിരമ്മ പറയും, പാവം മോള്, അവള് പേടിച്ചിരിക്കുക എന്ന് പറയാം. അപ്പം അനു പറയും, ഏയ്, എനിക്കെന്തിനാ അമ്മമ്മ പേടി? ഇതും എൻ്റെ വീട് തന്നെയല്ലേ. ഇവിടെ ഉള്ളവരെല്ലാം എൻ്റെ ആൾക്കാരല്ലേ. ഇതെൻ്റെ അമ്മയുടെ കുടുംബമല്ലേ. അമ്മയുടെ അമ്മയും അമ്മയുടെ ആങ്ങളമാരും ആൻറ്റിമാരും ഒക്കെ എൻ്റെ സ്വന്തം തന്നെയല്ലേ. അതുകൊണ്ട് എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. എൻ്റെ മറ്റൊരു വീട്ടിൽ വന്നതുപോലെ തന്നെയാണ് തോന്നുന്നത് എന്ന് അനു പറയൂ കേട്ടോ. അപ്പം രാജശ്രീ പറയും, മിടുക്കി, അങ്ങനെ തന്നെ വേണം. ഇത് മോളുടെ വീടാ ഇനി മുതൽ എന്ന് പറയാം. അപ്പോഴത്തേക്കും
നന്ദിനി പറയും, എങ്കിലും അനു ഞാൻ പറയുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത്. മോള് ചെയ്തത് ശരിയാണെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? സുകന്യ പറഞ്ഞത് മോളുടെ കൂടി സമ്മതം വാങ്ങിയതിന് ശേഷമാ ബാലനും ഗോമതിയും ആ കല്യാണമായിട്ട് മുന്നോട്ട് പോയതെന്നാ. എന്നിട്ട് നാട്ടുകാരുടെ എല്ലാം മുന്നിൽ അച്ഛനും അമ്മയും അപമാനിക്കപ്പെടുന്ന രീതിയിൽ ഒരു സന്ദർഭം ഉണ്ടാക്കിയെടുക്കാൻ പാടില്ലായിരുന്നു. അവരെന്തുമാത്രം അപമാനിക്കപ്പെട്ടു, എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവും എന്ന് പറയാം. അത് പിന്നെ ആൻറ്റി, എനിക്ക് കല്യാണം കഴിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അലോകുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തതാ. പക്ഷേ അലോകിന് ഞാനില്ലാതെ ജീവിക്കാൻ കഴിയില്ല, വിഷം കുടിക്കും എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ ആൻറ്റി ഞാൻ ഇവൻ്റെ മരണം കണ്ടുകൊണ്ട് മറ്റൊരു ജീവിതം കെട്ടിപ്പടുക്കുക? അതിനൊന്നും എനിക്ക് സാധിക്കില്ല. ഒന്നുമില്ലേലും ഇവനെ ഞാൻ മനസ്സറിഞ്ഞ് തന്നെ സ്നേഹിച്ചതല്ലേ. പിന്നെ അലോകനോട് പ്രത്യേകം പറഞ്ഞായിരുന്നു, അവൻ ചിലപ്പം ബന്ധുക്കളുടെ നാട്ടുകാരുടെയൊക്കെ മുന്നിൽ അവനൊന്നും ചെയ്തില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുമെന്ന്. അത് അവൻ്റെ നിവൃത്തികേടുകൊണ്ടാണെന്ന് കണ്ടറിഞ്ഞ് എല്ലാം നോക്കി നിന്നോണം എന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറയാം. അപ്പം നന്ദിനി പറയും, അവരങ്ങനെ പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുക. അതേ ആൻറ്റി. അപ്പോഴാ അലോക് അങ്ങോട്ട് വരുന്നത്. ദേ ചോദിച്ചു നോക്ക്, ഇവൻ എന്നോട് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന്. എൻ്റെ അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ച് ഇറങ്ങി വരാൻ പാകത്തിന് സ്നേഹം ഇവൻ എനിക്ക് തന്നതുകൊണ്ട് ആൻറ്റി ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അല്ല, ഞാൻ ഇറങ്ങി വരാതെ ഇരുന്ന് ഇവൻ വല്ല വിഷവും കുടിച്ചിരുന്നെങ്കിൽ ആർക്കാ നഷ്ടം? ഇവിടെ ഉള്ളവർക്ക് തന്നെയല്ലേ. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ചിന്തിച്ചു എന്ന് നന്ദിനിയോട് നമ്മുടെ അനുശ്രീ പറയാൻ കേട്ടോ. അപ്പം രാജശ്രീ ആണെങ്കിൽ എൻ്റെ മകൻ ഒരു മിടുക്കൻ തന്നെ എന്നുള്ള രീതിയിൽ തലയൊക്കെ ആട്ടിക്കൊണ്ട് നിൽക്കുക. അപ്പം ഇന്ദ്രമ്മ പറയും, ഇനി മോളോട് കൂടുതലൊന്നും ചോദിച്ച് അതിനെ ആരും വിഷമിപ്പിക്കണ്ട എന്ന് പറയാം. അല്ലോക്കെ നീ തന്നെ പറഞ്ഞു കൊടുക്കുക നിന്റെ വീട്ടിലുള്ള എല്ലാവരോടും നമ്മൾ തമ്മിലുള്ള ബന്ധം എത്ര ആഴത്തിലുള്ളതാണെന്ന്. നിന്റെ വാക്കുകൾ വിശ്വസിച്ച ഞാൻ ഓരോന്നും പ്രവർത്തിച്ചതെന്ന്. നീ പറഞ്ഞതുപോലെ മാത്രമേ ഞാൻ ഇവിടെ ഓരോന്നും ചെയ്തിട്ടുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അപ്പം നന്ദിനി ചോദിക്കും, അതോ ആണോ അല്ലോകെ, നീ പറഞ്ഞ പ്രകാരമാണോ അനുശ്രീ ഇങ്ങനെയൊക്കെ ചെയ്തത്? എടാ, അനുവിനെ മുന്നിൽ നിർത്തി നീ ഇങ്ങനെ പാവം കളിച്ചിരുന്നത് ഒട്ടും ശരിയായില്ല. ആ പെൺകുട്ടി എത്ര ധൈര്യത്തോടെയാ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നീയും അങ്ങനെ വേണ്ടേ പറയാൻ എന്ന് ചോദിക്കുക. എൻ്റെ വല്യമ്മയെ ഇവള് പറയുന്നതൊന്നും എന്നും പറഞ്ഞ് വിശ്വസിക്കരുതെന്ന് പറയാനായിട്ട് വരികയാണ് കേട്ടോ. അപ്പത്തേക്കും നമ്മുടെ അനു കയറി മുന്നിലോട്ട് നിൽക്കും. ഞാൻ പറയുന്നത് വിശ്വസിക്കരുതെന്നാണോ അലോക് പറയാൻ വന്നത് എന്ന് ചോദിക്കുക. എൻ്റെ പൊന്നലോകെ, ഇനി നീ ഒന്നിനും പേടിക്കണ്ട. നമ്മളിപ്പോൾ കൃഷ്ണമംഗലത്താ, നമ്മുടെ കല്യാണവും കഴിഞ്ഞു. ഇനി നീ സത്യമായിട്ട് തന്നെ നിന്റെ വീട്ടിലുള്ളവരോടും നാട്ടുകാരോടും എൻ്റെ വീട്ടുകാരോടൊക്കെ പറയുന്നതിന് പേടിക്കുന്നത് എന്തിനാ? ഞാനില്ലേ കൂടെ. എനിക്കുള്ള ധൈര്യമെങ്കിലും നീ കാണിക്കടാ എന്നും പറഞ്ഞ് അലോകിനെ പറയാൻ പോലും സമ്മതിക്കാതെ അനുശ്രീ ആണെങ്കിൽ ഓരോന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് ദേവമംഗലത്തെ എല്ലാവരും ആകെ ടെൻഷൻ അടിച്ച് ഓരോരോ മൂലയിൽ ഇരിക്കുവാണേ. അപ്പം നമ്മുടെ മീനുവാണെ കുറച്ച് വെള്ളമായിട്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് അത് ഗോമതിയെ കൊണ്ട് നിർബന്ധിച്ച് കുടിപ്പിക്കുക. അമ്മ ഇങ്ങനെ ജലപാനം കഴിക്കാതെ ഇരിക്കല്ലേ, എന്തെങ്കിലും കഴിക്കുക, ഇപ്പം ഈ വെള്ളമെങ്കിലും ഒന്ന് കുടിക്കുക എന്ന് പറയാം. എനിക്കൊന്നും വേണ്ട മീനു, എൻ്റെ ബാലേട്ടൻ എവിടെ പോയതാ, ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറയാം. അപ്പോഴത്തേക്ക് സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ. ബാലൻ വരുന്ന സമയമൊക്കെ കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പം എല്ലാവരും ഓരോരോ മൂലയിൽ നിൽക്കുക. അപ്പം പെട്ടെന്ന് ദേവി പറയും, ബാലച്ചൻ ഇത് എവിടെ പോയതായിരിക്കും? ഞാനെന്തായാലും പുറത്തു പോയി, ബാലച്ചനെ ഇത്ര സമയമായിട്ട് കണ്ടില്ലല്ലോ, ഒന്ന് അന്വേഷിക്കാൻ എല്ലാവരോടും പറയാം എന്ന് പറഞ്ഞ് തിണ്ണയിലൊക്കെ ചെല്ലുക. അവിടെ ധർമ്മനാണെങ്കിൽ ബാലന്റെ ഫോണിലേക്ക് വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക. എന്തായി മാമ, അച്ഛൻ ഫോൺ എടുക്കുന്നില്ലേ എന്ന് അപ്പം ആരും ചോദിക്കുക. ഇല്ലടാ, എടുക്കുന്നില്ല, ഈ അളിയൻ ഇത് എവിടെ പോയി കിടക്കുവാണാവോ എന്ന് പറയാണ് കേട്ടോ. അപ്പം ഇതേ സമയം ദേവി അങ്ങോട്ട് പുറത്തേക്ക് വരിക. ബാലച്ചനെ പറ്റി ഒരു വിവരവും ഇല്ലേ, നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചായിരുന്നോ എന്ന് ചോദിക്കുക. ഞാൻ ഇപ്പോഴും വിളിച്ചു നോക്കി മോളെ, പക്ഷെ കിട്ടുന്നില്ല എന്ന് ധർമ്മം പറയാം. ഇത്രയും സമയമായില്ലേ, ബാലച്ചൻ വരുന്ന സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ആരെങ്കിലും ഒന്ന് പോയി അന്വേഷിക്കുക. ബാലച്ചൻ പോകാനിടയുള്ള സ്ഥലത്തൊക്കെ അവിടെ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും. പാവം, ഒത്തിരി വേദനിച്ചു, ഇന്ന് മനസ്സ് തകർന്ന ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ആനന്ദ് പറയും, അല്ല മാമനും പോയിക്കൂടായിരുന്നു അച്ഛൻ്റെ കൂടെ, അച്ഛൻ കടയിൽ നിന്ന് ഇറങ്ങിപ്പോയത് എങ്ങോട്ടാന്ന് ചോദിച്ചുകൊണ്ട് എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ധർമ്മം പറയും, എടാ അതിന് എന്നോട് അളയും പറഞ്ഞു കട പൂട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ വന്നോളാന്ന് ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞതാടാ. അപ്പോൾ എന്നെ തുറിച്ചൊരു നോട്ടം. പിന്നെ ആ മനുഷ്യൻ്റെ തകർന്നുള്ള ഇന്നത്തെ നിൽപ്പും ഭാവവും ഒക്കെ കൊണ്ട് ഞാൻ കൂടുതൽ നിർബന്ധിക്കാനും പോയില്ല. സമാധാനം കിട്ടാൻ എവിടേക്കെങ്കിലും പോയതാകൂന്ന് ഞാനും കരുതി. പക്ഷെ ഇങ്ങനെ മനുഷ്യനെ തീറ്റിക്കൊണ്ട് ഇത്രയും വൈകി വരുമെന്ന് ഞാൻ കരുതിയോ എന്ന് പറയാം. അപ്പം ആരും പറയും, ഇനി നമ്മൾ സംസാരിച്ച് നിന്നിട്ട് കാര്യമില്ല, മിക്കവാറും അച്ഛൻ്റെ എവിടെയെങ്കിലും സമാധാനത്തോടെ ഇരിക്കുമായിരിക്കും ഒറ്റയ്ക്ക്, നമുക്ക് പോയി അന്വേഷിക്കാം. ഇനിയും അച്ഛൻ വൈകി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരുന്ന് വെറുതെ ടെൻഷൻ അടിക്കുന്നത് കൊണ്ട് ഒരു കാര്യമില്ല, എത്രയും വേഗം കണ്ടെത്തണം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ആര്യനും ആകാശും ആനന്ദും കൂടി ബാലനെ തപ്പി ഇറങ്ങാനായിട്ട് തുടങ്ങുമ്പോഴാണ്
ാണ് ബാലൻ ദേവമംഗലത്തേക്ക് കയറി വരുന്നത്. അപ്പൊ ബാലന്റെ വരവ് കാണുമ്പോൾ തന്നെ എല്ലാവരും വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കാണ് കേട്ടോ. നന്നായിട്ട് മദ്യപിച്ച് കൈകാലുകളൊക്കെ ഇടറുന്നുണ്ട്. കാലുകൾ ഇടറി വീഴാറായിട്ടാ ബാലൻ വരുന്നത്. ഒരു വിധത്തില് കാല് വലിച്ചു വെച്ചാണ് നടന്നു വരുന്നത്. ബാലന്റെ ആ കോലം കാണുമ്പോൾ തന്നെ നെഞ്ചു തകരുക മക്കൾക്ക് എല്ലാവർക്കും. അപ്പൊ ദേവിയും അവിടെ നിന്നുകൊണ്ട് വാ പൊത്തി പിടിക്കുക. ബാലച്ചൻ തന്നെയാണോ ഈ കോലത്തിൽ കയറി വരുന്നത് എന്ന് ചോദിക്കുക. അയ്യോ അമ്മ, ഈ കോലത്തിൽ ബാലച്ചനെ കണ്ടു കഴിഞ്ഞാൽ സഹിക്കാൻ കഴിയില്ല എന്ന് ദേവി വീണ്ടും പറയാൻ കേട്ടോ. പെട്ടെന്ന് വീഴാൻ തുടങ്ങുന്ന ബാലനെ പോയി മക്കൾ എല്ലാവരും കൂടി പിടിക്കാം. ഇത് എവിടെയായിരുന്നു അളിയൻ എന്താ ഇത്ര വൈകിയത് എന്ന് ധർമ്മം ചോദിക്കുക. എന്തിനാടാ ഞാൻ ഇനി വൈകിയാൽ എന്ത്, നേരത്തെ വന്നിട്ട് എന്തിനാ, ആരെ കാണാനാ? എല്ലാവരും ഈ ബാലനെ മനസ്സിലാക്കിയോ? ഇല്ലല്ലോ, ഞാൻ പൊന്നുപോലെ വളർത്തിയ എൻ്റെ മോള് പോലും എന്നെ വേണ്ടെന്ന് വെച്ച് ഇറങ്ങിപ്പോയില്ലേ എന്നും പറഞ്ഞ് ബാലൻ കരയുക. അളിയ ഇങ്ങനെ സങ്കടപ്പെടല്ലേ അളിയ എന്ന് പറയാൻ കേട്ടോ. ഇനി ബാലൻ ഒന്നും നോക്കാനില്ലടാ. ആർക്ക് വേണ്ടിയാ ഈ സൽപ്പേരും പൊത്തിപ്പിടിച്ചോണ്ട് ഞാൻ ഇനി ഇരിക്കുന്നത്? ബാലൻ ഇനി ഇഷ്ടം പോലെ ജീവിക്കുന്നുള്ളൂ. ഇത്രയും കാലം എല്ലാവർക്കും വേണ്ടി ബാലൻ ജീവിച്ചു, ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാൻ പോവാടാ എന്നൊക്കെ പറഞ്ഞ് പിച്ചും പേയും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പൊ ബാലനെ വരുന്ന കാണുമ്പോൾ ഗോമതി പെട്ടെന്ന് ചാടി എഴുന്നേൽക്കാം. ബാലേട്ട എന്നും പറഞ്ഞുകൊണ്ട്, ആ ഗോമതി നീ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നോ എന്ന് വാക്കുകളൊക്കെ ശരിക്കും മദ്യപിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇടറിയാ പറയുന്നത്. ബാലേട്ട ഇതെന്ത് കോലോ ബാലേട്ട, ഇതെന്താ പുതിയ ശീലങ്ങളൊക്കെ ബാലേട്ടൻ തുടങ്ങിയോ എന്ന് ഗോമതി കരഞ്ഞുകൊണ്ട് ചോദിക്കാം. എന്ത് ശീലങ്ങള്? ഇതൊക്കെ പണ്ടും ഉണ്ടായിരുന്നതാ, ഞാൻ വീണ്ടും തുടങ്ങി, അത്ര തന്നെ. ഇനി ഈ ബാലനെ ഒന്നും നോക്കാനില്ല. എൻ്റെ പൊന്നുമോള് അവൾക്ക് എന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയില്ലേ എന്നും പറഞ്ഞ് റൂമിലേക്ക് കയറി പോവാ. അപ്പം ആരിനെ കയറി പിടിക്കുമ്പോഴത്തേക്കും എന്നെ ആരും പിടിക്കണ്ട, ഈ ബാലനെ തന്നെയാ ഉള്ളൂ, ബാലൻ ആരുമില്ല, ഇനിയും ആരും വേണ്ട. ആരെയും കണ്ടിട്ടല്ല ഇത്രയും കാലം ഈ ബാലൻ ജീവിച്ചത്. ബാലൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ അറിയാം, നിന്റെ ഒന്നും ഒരു സഹായവും എനിക്ക് വേണ്ടടാ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവാ. മക്കളും ഭാര്യയും കുടുംബവും എല്ലാവരെയും ഞാൻ സ്നേഹിച്ചു, എന്നിട്ട് ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നുണ്ടോ, എന്നെ മനസ്സിലാക്കുന്നുണ്ടോ എന്നൊക്കെ പിച്ചും പേയും പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പം കോമതിക്ക് നെഞ്ചുരുകി പോവാണ്. അപ്പൊ ബാലന്റെ ഈ അവസ്ഥ കാണുമ്പോൾ മക്കൾക്ക് എല്ലാവർക്കും ഒരുപാട് സങ്കടം തോന്നുവാണ്. മീനും ഇത്രയൊക്കെ അവിടെ നിന്ന് കരഞ്ഞു പോവാ. ദേവിക്കും ഒരുപാട് സങ്കടം തോന്നുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഗോമതി നേരെ പൂജാമുറിയിലേക്കാണ് കയറി ചെല്ലുന്നത്. അപ്പൊ പൂജാമുറി ചെന്നിട്ട് ദേവിയുടെ മുന്നിൽ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അത് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക. ഇത്രയും കാലം ഞാൻ നിന്റെ മുന്നിൽ നിന്ന് ആകെ ഒരു കാര്യത്തിന് വേണ്ടിയല്ലേ ദേവി പ്രാർത്ഥിച്ചിട്ടുള്ളൂ, എൻ്റെ കുടുംബത്തിന്റെ സന്തോഷം, എൻ്റെ ബാലേട്ടനും മക്കൾക്കും നല്ലത് മാത്രം വരണമെന്ന്. എന്നിട്ട് അവർക്ക് ആർക്കെങ്കിലും ജീവിതത്തിൽ നന്മ ഉണ്ടാകുന്നുണ്ടോ? ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ദുരന്തങ്ങൾ മാത്രമാണ് ഈ കുടുംബത്തിൽ സംഭവിക്കുന്നത്. ഇത്രയൊക്കെ പരീക്ഷിക്കാൻ എന്ത് തെറ്റാ മഹാമായെ ഞാൻ ചെയ്തത് എന്ന് പറയാം. പണം വേണമെന്നോ കാശ് വേണമെന്നോ ഒന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. എൻ്റെ ഈ കുടുംബത്തിന്റെ സ്വസ്ഥതയും സമാധാനവും മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അതുപോലും നൽകാൻ നിനക്ക് സാധിക്കില്ലേ ദേവി? നീ എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? നിനക്ക് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇനിയും ഞാൻ ഈ വിളക്ക് കത്തിക്കില്ല. ഞാൻ എല്ലാ ദിവസവും നിലവിളക്ക് നിന്റെ മുന്നിൽ കത്തിക്കുന്നത് കൊണ്ടല്ലേ നിനക്ക് പോലും എൻ്റെ മുന്നിൽ ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്നത്? ഇല്ല ദേവി, എൻ്റെ മക്കൾക്ക് മുന്നിൽ കണ്ണു തുറക്കാത്ത നിന്നെ എനിക്കിനി വേണ്ട എന്ന് പറഞ്ഞ ഗോമതി അവിടെ നിന്ന് കരയാണ് കേട്ടോ. അപ്പൊ ഗോമതി ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സങ്കടം തോന്നുക. ഇതേ സമയം കൃഷ്ണമംഗലത്ത് നമ്മുടെ അനുശ്രീയുടെയും അലോകിന്റെയും ഒക്കെ ആദ്യരാത്രിയാണല്ലോ. റൂമൊക്കെ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പൊ ആ റൂമിൽ നിൽക്കുന്ന അലോകന് നല്ല ദേഷ്യം വരിക. എന്തൊക്കെ ഇവിടെ അരങ്ങേറുന്നത്? ഇത് എൻ്റെ വീട് തന്നെയാണോ? ഞാൻ പറയുന്ന വാക്കുകൾക്ക് ആരും ഒരു പ്രാധാന്യം നൽകുന്നില്ല. അനുശ്രീ പറയുന്ന മണ്ടത്തരം മുഴുവനും വിശ്വസിച്ചേക്കാം. ഇവളിത് എന്ത് വിചാരിച്ച് ഇങ്ങനെയൊക്കെ വിളിച്ചു കൂവുന്നത്? എൻ്റെ കൂടെ എൻ്റെ പട്ടമഹർഷിയായിട്ട് ഇവിടെ താമസിക്കാന്നാണോ ഇവള് കരുതുന്നത്? ഒരിക്കലുമില്ല. അവളെ ഇവിടുന്ന് എത്രയും വേഗം അടിച്ചിറക്കണം എന്നൊക്കെ മനസ്സിൽ പറയാം. പെട്ടെന്ന് നമ്മുടെ അനുശ്രീ കുളിച്ച് സുന്ദരിയായി ഒരു ഗ്ലാസ് പാലുമായിട്ട് റൂമിലോട്ട് കയറി വരുന്നത്. പാനുവിനെ കാണുമ്പം അലോകിന് ദേഷ്യം വരിക. എന്ത് കോലവാടി ഇത്? നീ ഇവിടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനായിട്ടാണോ കയറി വന്നത് എന്ന് ചോദിക്കുക. അതേലോ അലോകെ, ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, നമുക്കത് അടിച്ചു പൊളിക്കണ്ടേ എന്ന് ചോദിക്കുക. അടിച്ചു പൊളിക്കണം പോലും. ഞാനേ ഭൂലോക ഫ്രോഡാ, പക്ഷെ നീ എന്നെക്കാ വലിയ ഉടായ്പാണെന്ന് എനിക്ക് ഇന്നാടി മനസ്സിലായത്. ഞാൻ നിന്റെ കല്യാണം ഒന്ന് മുടക്കാൻ വേണ്ടിയാ നിന്നെ തലേനാള് തട്ടിക്കൊണ്ടു പോയത്. എന്നിട്ട് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നിന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കണമെന്നാ കരുതിയത്. പക്ഷെ നീ എന്താ ചെയ്തത്? എൻ്റെ പെടലേക്ക് വെച്ചിരിക്കുവല്ലേ. ഞാൻ നിന്നെ കല്യാണം കഴിച്ചെന്ന് നീ പ്ലേറ്റ് തിരിച്ചിട്ട് എൻ്റെ വീട്ടുകാരെ നിന്റെ വീട്ടുകാരെ ഒക്കെ വിശ്വസിപ്പിച്ചു. നീ ഇത് എന്തിനാ ഇത്രയും ചീപ്പായിട്ടുള്ളൊരു കാര്യം ചെയ്തത്? ചീപ്പ് കാര്യമോ? കല്യാണത്തലേന്ന് കള്ളം പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയി കെട്ടിയിട്ട് എൻ്റെ കല്യാണം മുടക്കാൻ ശ്രമിച്ച നീ ചെയ്തത് പിന്നെ പുണ്യപ്രവൃത്തി ആണല്ലോ അല്ലേ?
അല്ലോക്കെ ഞാൻ ഒരു ചീപ്പ് പ്രവൃത്തിയല്ല ചെയ്തത്. നിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി നിന്നോടുള്ള ആത്മാർത്ഥ പ്രണയം കാരണമാണ് ഞാൻ ഇങ്ങനൊരു കാര്യം തീരുമാനിച്ചത് പോലും. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ എന്നെ ആരെക്കാളും സ്നേഹിക്കുന്നുണ്ടെന്ന്. അങ്ങനെയുള്ള നിന്നെ നഷ്ടപ്പെടുത്തുന്നത് വലിയ തെറ്റാണെന്ന് എനിക്ക് സ്വയം ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ നിന്റെ കൂടെ ഒരു ജീവിതത്തിന് വേണ്ടി ഇങ്ങനൊരു കാര്യം പറഞ്ഞത് എന്ന് പറയാം. ദേ എടി എടി എടി, ആരുടെ മുന്നിൽ വേണേലും നീ നാടകം കളിച്ചോ, പക്ഷെ എല്ലാം അറിയാവുന്ന എന്നെ നീ പൊട്ടനാക്കരുത്. എനിക്ക് നിന്നോട് പ്രണയവും ഇല്ല, ഒരു കോപ്പും ഇല്ല, ഒരു മണ്ണാങ്കട്ടേ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ നിന്റെ ആ വീട്ടുകാരെ തോൽപ്പിക്കാൻ വേണ്ടിയാ ഇല്ലാത്ത പ്രണയം ഉള്ളതുപോലെ ഞാൻ അഭിനയിച്ചത്. ഒരു മണ്ടി ആയതുകൊണ്ട് എൻ്റെ മുന്നിൽ വന്ന് വീഴുകയും ചെയ്തു. അത് എൻ്റെ തെറ്റാണോ? എന്നിട്ടിപ്പം എൻ്റെ ജീവിതം തുലയ്ക്കാനായിട്ട് നീ നോക്കിയാലുണ്ടല്ലോ. ദേ പെണ്ണെ, ഞാനിപ്പോൾ അടങ്ങിയിരിക്കുന്നതെന്ന് കരുതി എപ്പോഴും ഇങ്ങനെ ആയിരിക്കില്ല. നിന്നെ ഞാൻ ഇവിടുന്ന് കഴുത്തി പിടിച്ച് പുറത്താക്കും എന്ന് പറയാം. ഓഹോ അലോകിന് എനിക്ക് നിന്നോടുള്ള യഥാർത്ഥ പ്രണയം മനസ്സിലാകുന്നില്ലേ? നീ എന്താ അലോക് ഇങ്ങനെ പറയുന്നത്? ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? ഭാര്യയോട് ഇങ്ങനെയാണോ പറയേണ്ടത് എന്ന് ചോദിക്കുക. ഭാര്യയോ? അതിന് ഞാനെപ്പോഴായിട്ട് നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്? ഞാൻ അവിടെ വെച്ചിരുന്ന താലി സ്വയം എടുത്ത് കഴുത്തിൽ ചാർത്തിയിട്ട് ഞാൻ ഭർത്താവാണെന്ന് പറഞ്ഞാലേ അത് എവിടുത്തെ ന്യായം എന്ന് ചോദിക്കുക. അത് ഇവിടുത്തെ ന്യായം. എൻ്റെ ജീവിതം നീയായിട്ട് നശിപ്പിച്ചതല്ലേ? ദേ മര്യാദയ്ക്ക് നീ പോയി സത്യങ്ങൾ പറഞ്ഞോ എന്ന് അലോക് ദേഷ്യപ്പെടുക. പറയുന്നില്ല, സത്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അലോകിന് വേണമെങ്കിൽ പറയാം. തലേന്ന് രാത്രി ഞാൻ മാപ്പ് പറയാനാണെന്നും പറഞ്ഞ് എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയതും എന്നിട്ട് തട്ടിക്കൊണ്ടു പോയതും കെട്ടിയിട്ടതും എൻ്റെ കല്യാണം മുടങ്ങി കഴിഞ്ഞപ്പം വീട്ടിലേക്ക് കൊണ്ടെത്തിക്കാൻ നോക്കിയതാണെന്നും ഒക്കെ നീ നിന്റെ വീട്ടുകാരോട് പറഞ്ഞു. താലിയെടുത്ത് ഞാൻ സ്വയം കെട്ടിയതാണെന്നും പറഞ്ഞു. എനിക്ക് ഒരു കുഴപ്പമില്ല. അവർ വിശ്വസിക്കുവാണെങ്കിൽ വിശ്വസിക്കട്ടെടോ. പക്ഷെ ഞാനായിട്ട് സത്യാവസ്ഥ നിന്റെ വീട്ടുകാരെയോ എൻ്റെ വീട്ടുകാരെയോ അറിയിക്കുന്നില്ല. എൻ്റെ കുടുംബത്തിലുള്ളവരെ അപമാനിക്കപ്പെട്ട് എന്തായാലും നിന്നു. എൻ്റെ ജീവിതവും നീ നശിപ്പിക്കാൻ നോക്കി. അങ്ങനെയുള്ളപ്പം നീ സ്വസ്ഥമായിട്ട് കൃഷ്ണമംഗലത്ത് കോടീശ്വരിയും കെട്ടി സമാധാനത്തോടെ ജീവിച്ചാലേ ഈ അനുസരിക്ക് പിന്നെ സമാധാനം കിട്ടുമോ? നീ എന്നെ എന്ന് തൊട്ട് ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയതാ. ആ നിമിഷം മുതലേ എനിക്കൊരു സ്വസ്ഥത കിട്ടിയിട്ടില്ല. ടോർച്ചറോ? ഇപ്പം നീയല്ലടി എന്നെ ടോർച്ചർ ചെയ്യുന്നേ എന്ന് അലോക് അപ്പം ചോദിക്കുക. ഞാൻ എന്തോന്ന് ടോർച്ചർ ചെയ്തു? ഞാൻ എത്ര സമാധാനത്തോടെയാണ് നിന്നോട് സംസാരിക്കുന്നത്. നിന്റെ വീട്ടിലുള്ളവരെ വെച്ച് ഭീഷണിപ്പെടുത്തിയോ? ഒന്നും ചെയ്തില്ലല്ലോ. പക്ഷെ നീ എൻ്റെ കല്യാണം ഉറപ്പിച്ചപ്പോൾ മുതൽ തുടങ്ങിയതാ നിന്റെ ഭീഷണിപ്പെടുത്തിയത്. അന്നു മുതൽ ഈ നിമിഷം വരെ ഒരു നിമിഷം പോലും സമാധാനത്തോടെ കണ്ണടയ്ക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതാണ് മോനെ ടോർച്ചർ. ഇപ്പം ഞാൻ ചെയ്യുന്നതൊന്നുമേ ഒരു ടോർച്ചറേ അല്ല. പിന്നെ എനിക്കിന്ന് മനസ്സമാധാനത്തോടെ കിടന്ന് ഉറങ്ങണം. അപ്പം എങ്ങനെയാ ഉറങ്ങുമല്ലേ എന്ന് അനുശ്രീ ചോദിക്കുക. എടി മര്യാദയ്ക്ക് എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി പോകാനാ പറഞ്ഞത്. പെട്ടെന്ന് അനുശ്രീ ആണെങ്കിൽ ഒരു കത്തി അങ്ങ് എടുക്കാൻ കേട്ടോ. എന്നിട്ട് അലോകൻ്റെ കഴുത്തി വെക്കും. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ നിൽക്കാമെങ്കിൽ മാത്രം നിനക്കിവിടെ ഇരിക്കാം. ദേ കൂടുതൽ എൻ്റെ മെക്കിട്ട് കയറാൻ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ അനുശ്രീ മുന്നും പിന്നെ നോക്കില്ല. എല്ലാം നഷ്ടപ്പെട്ട എനിക്ക് നിൽക്കുന്നത്. നിന്റെ കഴുത്ത ഇറക്കും ഞാൻ. അറക്കൂന്ന് പറഞ്ഞാൽ അറത്തിരിക്കും. നിന്റെ ദേഹത്തു നിന്ന് വീഴുന്ന ഓരോ തുള്ളി ചോരയും കാണുമ്പം എനിക്കിപ്പോൾ ഉന്മാദവാടാ. നിന്റെ നാശം കണ്ടിട്ട് അനുശ്രീ അടങ്ങൂളൂ. നിന്റെ പിന്നിൽ ഇനി ഞാൻ എപ്പോഴും ഉണ്ടാകൂടാ. എൻ്റെ വീട്ടുകാരെ അപമാനിക്കപ്പെട്ടതുപോലെ നീ എന്നെ ടോർച്ചർ ചെയ്ത പോലെ നിന്നെ ടോർച്ചർ ചെയ്ത് കൊല്ലാൻ ഞാൻ വേണ്ടി തന്നെയാടാ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. നിന്റെ വീട്ടുകാരെ പറഞ്ഞ് സത്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പറ്റുമെങ്കിൽ നീ പോയി ബോധ്യപ്പെടുത്തടാ. ഞാനായിട്ട് എതിര് നിൽക്കുന്നില്ല എന്ന് അനുശ്രീ പറയാൻ കേട്ടോ. അനു കത്തിയെടുക്ക് കത്തി വെച്ചിട്ടുള്ള കളിയാ. ദേ നിന്റെ കൈ ഒന്ന് പതിയെ പോറിയെ പോലും എൻ്റെ കഴുത്ത് മുറിയും. ദേ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? കത്തിയാ മോളെ, കൈയെടുക്ക്. ഞാൻ ഒരു പ്രശ്നത്തിനും വരത്തില്ല. നീ ഇവിടെ താമസിക്കാതിരിക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഞാൻ നിന്റെ മുന്നിലോട്ട് പോലും വന്ന് നിൽക്കില്ല. നിനക്ക് ഇഷ്ടമുള്ള കാലത്തോളം നീ ഇവിടെ നിന്നോ അനു എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ മര്യാദയ്ക്ക് നിന്ന നിനക്ക് കൊള്ളാം. പണ്ടത്തെ അനുവിൻ്റെ വെച്ച് നീ അളക്കരുതെന്നെ. എനിക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ നിനക്കോ ചുറ്റും ഇഷ്ടം പോലെ നഷ്ടങ്ങൾ ഉണ്ടാകാനും ഉണ്ട്. അതുകൊണ്ട് കണ്ടറിഞ്ഞ് നിന്ന അലോകിന് സമാധാനത്തോടെ ജീവിക്കാം. ഇല്ലെങ്കിൽ വഴിയിൽ തടസ്സമായിട്ട് ഞാൻ ഉണ്ടാകും. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ എന്ന് അലോകിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കും കേട്ടോ. അപ്പോൾ അലോക് ശരിക്കും പേടിച്ചു പോവുകയാണേ. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങളെ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും